ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി പാർട്ടി വെയർ ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5.5 ഇഞ്ച് ലെങ്തും 6 ഇഞ്ച് വിഡ്ത്തുമാണ് കേട്ടോ നമ്മുടെ നെക്കിന് കൊടുത്തേക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് പാറ്റേൺ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ 2 ഇഞ്ച് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് 1.25 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു കർവ് ഷേപ്പിന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഡിലായിട്ട് കണ്ടല്ലോ, ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു കീ ഹോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല, അത് കീ ഹോളിന് വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന ഏരിയയിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. നോർമൽ സീം ത്രെഡാണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. ഇപ്പോഴും ഒരുപാട് പേരെ ഡൗട്ടാണ് കേട്ടോ നമ്മൾ ഏത് നീഡിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫാൻസി ഷോപ്പിലും ബീഡ്സ് കിട്ടുന്ന ഷോപ്പിലൊക്കെ നീഡിൽ നമ്പർ 12 അവൈലബിൾ ആണ് കേട്ടോ. ചോദിച്ച് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ കണ്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചെയ്യേണ്ടത് ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഈ നെക്ക് റൗണ്ട് 2 ഇഞ്ച് കൊടുത്തിട്ടില്ലേ, അവിടെ നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ബീഡ് ചെയ്ത് പോരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നെക്ക് റൗണ്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ യോക്കിൽ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് കാണിക്കാവേ. അപ്പോൾ 3 കട്ട് ബീഡ് വീതം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്പ്രെഡിങ് ആയിട്ട് കൊടുത്ത് പോരുന്നത്. ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ളും ഉണ്ട്. യോക്കീര് 14 ഇഞ്ചിലാണ് നമ്മൾ യോക്കീര് എടുക്കുന്നത്. ഈ 14 ഇഞ്ച് നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ സ്പ്രെഡിങ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നെക്കിൽ കൊടുത്തേക്കുന്ന ഈ ഒരു തിക്നെസ് വെച്ചിട്ടാണ് കേട്ടോ ഈ 2 ഇഞ്ച് ഫുള്ളും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്, നല്ലൊരു ബുട്ടിക് ഡിസൈനാണ് കേട്ടോ. വെറും കട്ട് ബീഡ്സ് മാത്രം വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഈ വർക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. നെക്കിൻ്റെ താഴത്ത് 2 ഇഞ്ച് വിഡ്ത്തിനാണ് നമ്മൾ ഈ വർക്ക് കൊടുത്തേക്കുന്നത്. ചെറിയൊരു കീ ഹോൾ കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ഇതുപോലൊരു ഷേപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.